കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യൂ. 10 വർഷത്തിലേറെ എക്സ്പീരിയൻസോട് കൂടിയ അധ്യാപകർ, 50-ലേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10,000-ലധികം ക്വസ്റ്റ്യൻസ്, 100-ലധികം മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, യൂസർ ഫ്രണ്ട്ലി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചേഴ്സ്. പ്ലേ സ്റ്റോറിൽ നിന്നും കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ആപ്പ് ഉടൻ ഡൗൺലോഡ് ചെയ്യൂ. ഫ്യൂച്ചറിൽ സക്സസ് ലോഡ് ചെയ്യൂ. കോഓപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ് വഴി ജോലി നേടുന്ന അടുത്തയാൾ നിങ്ങളാവാം. നമസ്കാരം. കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്, അസൗകര്യങ്ങൾ കൊണ്ട് നമ്മുടെ കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ തുടർച്ചയായ വീഡിയോകൾ ഇടാൻ വേണ്ടി ഒരു വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷ താമസിക്കാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത മാസം, അടുത്ത വർഷം ജനുവരിയിലോ ഫെബ്രുവരി ആയിട്ട് നടത്താൻ സാധ്യതയുണ്ട്. കൂടാതെ കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നുണ്ട്. അതിനെ ഒരു കൺഫേം ആയിട്ടില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ ഇനിയും ലോയും മറ്റ് നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ ഈ കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ വീഡിയോ ചാനലിടുന്നതാണ്, യൂട്യൂബ് ചാനലിടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എക്സാമിനേഷൻ ബോർഡിൻ്റെ ഒരു ക്രാഷ് കോഴ്സും ഉടൻ തന്നെ ആരംഭിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്കഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ലോയുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിച്ചു വരുന്ന ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന, നമ്മുടെ ബോർഡ് വന്നപ്പം മുതൽ ഓരോ പരീക്ഷയിലും മാറി മാറി വരുന്ന ചില പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഇന്ന് ഒരു ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം. ഇതിനുശേഷം തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞ മുമ്പേ ലോയുമായി ബന്ധപ്പെട്ട ഏകദേശം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നതാണ്. അത് നമുക്ക് 1 by 1 ആയിട്ട് പിന്നീട് നോക്കാം. ഇന്ന് ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം, ദ ഷെയർ സസ്പെൻസ് ഷുഡ് ബി ഡിപ്പോസിറ്റഡ് ഇൻ ദ ഫിനാൻസിംഗ് ബാങ്ക് വിത്തിൻ ഡാഷ് ഡേയ്സ്. എന്നൊരു ഓപ്ഷൻ തരും. കുറേ ഡേയ്സ് ABC നമുക്കറിയാം ഓപ്ഷൻ തരും. പേ 7 days, B 14 days, C 20 days, D 30 days, അല്ലെങ്കിൽ ചിലപ്പോൾ D none of these എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാത്തവർ കാണും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എഴുതിയവരും കാണും. പുതുതായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഇപ്പോൾ HDC JDC കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ കാണും. അതുകൊണ്ടാണ് ഓപ്ഷൻസ് ആണ് ABCD. നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് തിരഞ്ഞെടുക്കാം. ചിലപ്പോൾ അത് നൺ ഓഫ് ദീസ് ആയിരിക്കും. ഓപ്ഷൻ A മുതൽ D വരെ എല്ലാം നോക്കണം. സാധാരണ ചില ക്വസ്റ്റ്യൻസ് ഞാൻ വരുമ്പോൾ പറയാം, ഓപ്ഷൻ A നമ്മൾ കാണുമ്പോൾ നമ്മൾ A പെട്ടെന്ന് നമ്മുടെ ബബിൾസ് കളിപ്പിക്കും. പക്ഷെ കറക്റ്റ് ആൻസർ കിടക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, Dയിലായിരിക്കും, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആയിരിക്കും. അവിടെ ഞാൻ അങ്ങനെ എക്സാമ്പിൾ വിവരം ഞാൻ പറയാം, ഇതങ്ങനെയാണ്, ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഷെയർ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം പറയുന്നതാണ് അനാമത്ത് ഷെയർ. ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ വിത്ത് ദി പ്രയർ പെർമിഷൻ ഓഫ് ദി രജിസ്ട്രാർ. രജിസ്ട്രാർ മുൻകൂട്ടിയുള്ള അനുവാദത്തോടെ എന്ത് ചെയ്യണം, ഈ സംഘം രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്, സംഘാടകർ. ഇത് ഒരു സെന്റൻസിൽ തന്നെ അതിനകത്ത് നമുക്ക് പല ക്വസ്റ്റ്യൻസ് ഡെറൈവ് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ചോദ്യം വരിക. അപ്പോൾ ആരാണ് പ്രൊമോട്ടേഴ്സ്, ആരാണ് ഇതിന് ഷെയർ അനാമത്ത് എടുക്കേണ്ടത്, അങ്ങനെ പിരിച്ച അക്കൗണ്ട് എന്ന് ഫിനാൻസിങ് ബാങ്കിലിടണം, അല്ലെങ്കിൽ ധനസഹായ ബാങ്കിലിടണം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര ദിവസമാണ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. വിത്തിൻ 14 days, 14 ദിവസത്തിനകം. ഇതിന് നമ്മൾ സെക്ഷൻ 110 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു സെക്ഷനാണ് 94. 94 പറയുന്ന ഒഫൻസാണ്. ആ ഒഫൻസിനകത്ത് സബ്സെക്ഷൻ 94 സബ്സെക്ഷൻ 6 പറയുന്നുണ്ട്, ഇങ്ങനെ പിരിച്ചെടുത്ത തുക 14 ദിവസത്തിനകം ആരാണോ പിരിച്ചെടുത്തത്, അതായത് പ്രൊമോട്ടേഴ്സ്, സംഘാടകർ, ഈ സംഘാടകരിൽ നിന്നാണ് നമ്മൾ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കും. ആരാണ് ചീഫ് പ്രൊമോട്ടർ. വിത്തിൻ 14 days, 14 ദിവസത്തിനകം ഫിനാൻസിംഗ് ബാങ്കിൽ ഇട്ടില്ലെങ്കിൽ അത് ഇറ്റ് ഈസ് എ പണിഷബിൾ ഒഫൻസ് ആൻഡ് എ പണിഷബിൾ അപ് ടു ആൻ എമൗണ്ട് ഓഫ് ₹5,000. നമ്മൾ 94 പഠിക്കും. ഇതങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇതാണ് ഷെയർ സസ്പെൻസ്. പിരിച്ചാൽ അത് 14 ദിവസത്തിനകം എവിടെ ഇടണം, ഫിനാൻസിംഗ് ബാങ്കിൽ ഇടണം. അതാണ് ആൻസർ. Then second question, an officer who execute an award is dash. ഒരു അവാർഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവാർഡെന്നോ ഡിഗ്രിന്നോ ഓർഡറിനോ ഡിസിഷനോ തരാം. അപ്പോൾ ഒരു അവാർഡ് മീൻസ് സാധാരണ കേസിൽ നിന്നാണ് ഒരാൾ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തു. ഫോർ എക്സാമ്പിൾ, ആ മുതലും വായ്പയും കാലാവധിക്കുള്ളിൽ അല്ലെങ്കിൽ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ അത് സംഘവും
ഈ ഇടപാടുകാരനും ബോറോവറുമായി തമ്മിൽ ഡിസ്പ്യൂട്ടാവും, തർക്കമാവും. അപ്പോൾ ഡിഫാൾട്ടർക്കെതിരെ സംഘം കേസ് കൊടുക്കും. എവിടെ കേസ് കൊടുക്കും? രജിസ്ട്രാർ കോടതി കേസ് കൊടുക്കും. അതാണ് ഡിസ്പ്യൂട്ട് വന്നാൽ ഡിസ്പ്യൂട്ട് മോണിറ്ററി ആണോ നോൺ മോണിറ്ററി ആണോ നോക്കണം. മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാർ മുമ്പാകെ കൊടുക്കണം. നോൺ മോണിറ്ററി ആണെങ്കിൽ ആർബിട്രേഷൻ കോർട്ടിൽ കൊടുക്കണം. അപ്പോൾ ആർബിട്രേഷൻ കോർട്ടിൻ്റെ ആണെങ്കിലും രജിസ്ട്രാറുടെ ആണെങ്കിലും ഒരു അവാർഡ് കിട്ടിയാൽ ആ അവാർഡ് ഇന്ന് എക്സിക്യൂട്ട് ചെയ്യണം, നടപ്പിലാക്കണം എന്ന് ചിലപ്പോൾ ചോദിച്ചാൽ അത് 12 years ആണ്. ആ 12 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥൻ ആരെയും ചോദിച്ചാൽ ഓപ്ഷൻ ABCD തരും. റിട്ടേണിംഗ് ഓഫീസർ, ഇലക്ടർ ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ, സെയിൽ ഓഫീസർ, എല്ലാം ഓഫീസറായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും ആരാണ്. അപ്പോൾ ആൻ ഓഫീസർ ഹു എക്സിക്യൂട്ട് ആൻ അവാർഡ് ഈസ് ആൻസർ സെയിൽ ഓഫീസറാണ്. Then third question, the Kerala State Co-operative Union SSCU came into force in dash. SSCU എന്നാണ് നിലവിൽ വന്നത്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആസ് പെർ സെക്ഷൻ 89 88 CCU സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെ നമ്മൾ കണ്ടൊരു സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഏരിയ ഓപ്പറേഷൻ ഒരു സർക്കിളാണ്. നമ്മുടെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു താലൂക്കാണ്. അതിൻ്റെ അപ്പെക്സ് ബോഡിയാണ് ഏത്? സെക്ഷൻ 89 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്നാണ് നിലവിൽ വന്നതെന്നാണ് ചോദ്യം. അതിനകത്ത് ഓപ്ഷൻ തരും. ഇപ്പോൾ ഫസ്റ്റ് തരും, ഏപ്രിൽ തരും, ജനുവരി തരും, സെപ്റ്റംബർ തരും, ഒക്ടോബർ തരും. അപ്പോൾ ഇവിടുന്നതിനകത്ത് തന്നിട്ടുള്ള ഓപ്ഷൻ 1 April 1970, 1 July 1970, 21 September 1970, 21 November 1970. എല്ലാ വർഷം നമുക്കറിയാം 1970 ആണ്. അപ്പം വർഷം മാത്രം പഠിച്ചാൽ പോരാ, ആ ഡേറ്റും പഠിക്കണം. അപ്പം ഇതിൻ്റെ ആൻസർ 21/11/1970 ആണ് ആൻസർ. Then third question, procedure regarding conduct of election into the committee of society by the state cooperative election is specified in rule dash. ശ്രദ്ധിച്ചോണം, ചിലപ്പം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആണ് ഇത് പവർ ടു കണ്ടക്ട് ദി ഇലക്ഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇവൻ കേരളത്തിലെ സഹകരണ സംഘം, ഏത് സഹകരണ സംഘം എടുത്താലും ഒരു പ്രൈമറി സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സ്കൂൾ സൊസൈറ്റി, കോളേജ് സൊസൈറ്റി മുതൽ അപ്പെക്സ് സ്ഥാപനങ്ങൾ, സംസ്ഥാന സഹകരണ ബാങ്ക് വരെയുള്ള സഹകരണ സംഘങ്ങളുടെ ഇലക്ഷൻ നടത്താനുള്ള പവർ ആരാണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആണ്. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഗവൺമെന്റ് ആസ് പെർ സെക്ഷൻ 28B പ്രകാരമാണ്. ആ 28B പ്രകാരം ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എലക്ഷൻ നടത്തുന്നത് സെക്ഷൻ അല്ല ചോദിച്ചേക്കുന്നത്, റൂളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ 28 തരും, അല്ല 28 B എന്നൊക്കെ തരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ചോദ്യം വായിക്കാൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് 28 ഇലക്ഷൻ, നമ്മൾ 28 കറപ്പിക്കും. പക്ഷെ ഡിയിലായിരിക്കും കിടക്കുന്നത് റൂള് 35A. അപ്പോൾ നമ്മൾ ക്വസ്റ്റിനകത്ത് റൂള് ശ്രദ്ധിക്കുക. പലർക്കും അറിഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും സാധാരണ പറയുന്നതാണ്, അയ്യോ പരീക്ഷ കഴിഞ്ഞപ്പോൾ അതറിയായിരുന്നു, തെറ്റിച്ച് കളഞ്ഞു. അതെന്തുകൊണ്ടാണ് നമ്മൾ ചോദ്യം വ്യക്തമായിട്ട് വായിക്കാതെ ആൻസറിൻ്റെ ഓപ്ഷൻ ABCD 4 വാദിക്കാതെ പെട്ടെന്ന് നമ്മൾ സ്പീഡിന് ചെയ്ത് തീർക്കാൻ വേണ്ടി ആവേശം കൊണ്ട് ചെയ്യുന്നത്. അത് വേണ്ട, നമ്മൾ ഈ 160 ക്വസ്റ്റൻ ആണ് നമുക്കറിയാം, അരമാർക്കാണ് 80 ക്വസ്റ്റൻ. അപ്പോൾ നമ്മൾ സാവകാശം വായിച്ചിട്ട് ആൻസർ ചെയ്താൽ നമുക്ക് അറിയാവുന്നത് പോലും തെറ്റിക്കാതെ അരമാർക്ക് നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ റൂള് 35 അല്ല 35A ആണ്. റൂള് 35 ഇപ്പോൾ ഇല്ല, റൂള് 35 റിമൂവ് ചെയ്തു. എന്തുകൊണ്ട്? 2013 അമെൻഡ്മെൻറ്റിന് റൂള് 10, 14, 35 റിമൂവ് ചെയ്തു. 35 ഇലക്ഷനുമായി ബന്ധപ്പെട്ടതായിരുന്നു. എക്സാമിനേഷൻ ബോർഡ് വരുന്നതിന് മുന്നേ, ഇലക്ഷൻ കമ്മീഷൻ വരുന്നതിന് മുന്നേ ഇവിടെ ഇലക്ഷൻ നടത്തിയിരുന്ന രജിസ്ട്രാർ ആയിരുന്നു. അപ്പം പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ബൈ രജിസ്ട്രാർ ആയിരുന്നു റൂള് 35. അപ്പം 35 ഇല്ല, 35Aയും Bയും Cയും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ ആൻസർ ഏതാണ്? റൂള് 35. റൂള് ചിലപ്പോൾ നൺ ഓഫ് ദീസ് 35A തരികയില്ല, നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? നൺ ഓഫ് ദീസ് ആയിരിക്കും. Then it shall be the duty of the chief executive to submit the voters list duly approved by the committee to the electoral officer within dash days as per the അല്ലെങ്കിൽ for the election. അപ്പോൾ നമ്മളുണ്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ഷൻ നടത്താനുള്ള പവർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് കണ്ടു, ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താൻ വേണ്ടി 2 ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കും. അയാളാണ് ഇലക്ട്രൽ ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറും ROയും. അപ്പോൾ ഇലക്ട്രൽ ഓഫീസറുടെ ഏതാണ് ആദ്യത്തെ ഡ്യൂട്ടി? അപ്പോൾ ഇലക്ട്രൽ ഓഫീസർ എന്ത് ചെയ്യണം?
എലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള സാഹചര്യം റിട്ടേണിംഗ് ഓഫീസർക്ക് ഒരുക്കി കൊടുക്കലാണ് ഇലക്ട്രൽ ഓഫീസറുടെ പണി. അപ്പോൾ ഇലക്ട്രൽ ഓഫീസറുടെ ഫസ്റ്റ് ഡ്യൂട്ടി മീൻസ് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം എന്താണ്, 7 ദിവസം കഴിഞ്ഞിട്ട് അതിനകത്ത് ആക്ഷേപങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പരിഹരിച്ചിട്ട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇത് ഈ ഒറ്റ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ പല ചോദ്യം വരും. ഈ പ്രാഥമിക പട്ടിക വോട്ടർ പട്ടികയും അല്ലെങ്കിൽ അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഇലക്ട്രൽ ഓഫീസറാണ്. ഈ തയ്യാറി കൊടുക്കേണ്ടത് ആരാന്ന് ചോദിച്ചാൽ സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ഇനി വോട്ടെടുപ്പ് വോട്ട് കണ്ടക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ റിട്ടേണിംഗ് ഓഫീസറാണ്. ഇതിനകത്തൊന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ വരും. അത് നമുക്ക് പിന്നീട് പിന്നീട് ഡിറ്റർമിൻ ചെയ്യാം. ഇവിടെ പറഞ്ഞ ഇലക്ഷന് എത്ര ദിവസം മുന്നേ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ GM അല്ലെങ്കിൽ MD, നമുക്കറിയാം പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ സെക്രട്ടറി ആയിരിക്കും, FSCB ആണെങ്കിൽ MD ആയിരിക്കും, ഇപ്പൊ അർബൻ ബാങ്ക് ആണെങ്കിൽ GM ആയിരിക്കും. അത് ചീഫ് എക്സിക്യൂട്ടീവ് ഒറ്റ വാക്ക് പറയാം, മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് തയ്യാറാക്കിക്കണം. ആൻസർ അതിന്റെ ഓപ്ഷൻ തരും. 7 ദിവസം, 20 ദിവസം, 30 ദിവസം, 35 ദിവസം എന്നൊക്കെ തരും. ഇവിടെ ആൻസർ എത്രയാണ്? 35 days ആണ് ആൻസർ. ഇതിനടുത്ത ചോദ്യം, restriction on transfer of shares was dealt with in dash section. Restriction, ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ നിയന്ത്രണം ഏത് സെക്ഷനിലാണ്, ഏത് വകുപ്പിലാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പം നമ്മൾ ഈ സെക്ഷൻ 1 മുതൽ 110 സെക്ഷൻ വരെ പഠിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചിലയിടത്ത് റെസ്ട്രിക്ഷൻസ് പഠിക്കും. ചില കേസിൽ അതിനകത്ത് സെക്ഷൻ 22, 23, 24 റെസ്ട്രിക്ഷനാണ്, നിയന്ത്രണമാണ്. ഏതുമായി ബന്ധപ്പെട്ട്? ഷെയറുമായി ബന്ധപ്പെട്ട്. സെക്ഷൻ 22 എന്ന് പറയുന്നത്, അപ്പം ഒന്ന് പഠിക്കും നമ്മൾ. അതിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ആൻസർ നോക്കിയിട്ട് അത് മാത്രം വൈകാട്ട് പഠിച്ചാൽ പോരാ. ഇപ്പൊ ഇവിടുത്തെ ആൻസർ ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻ 23-ലാണ് പറയുന്നത്. അപ്പൊ സെക്ഷൻ 22 റെസ്ട്രിക്ഷനാണ്, 23 റെസ്ട്രിക്ഷനാണ്, 24 റെസ്ട്രിക്ഷനാണ്. 22 ഹോൾഡിംഗ് ഷെയറുകൾ കൈവശം വെക്കുന്നതിന് നിയന്ത്രണമാണ്. 23 ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നിയന്ത്രണമാണ്. 24 ഷെയർ പിൻവലിക്കുന്നതിന് നിയന്ത്രണമാണ്. അപ്പം ഇവിടെ ആൻസർ ഏതാണ്? സെക്ഷൻ 23 ആണ്.